നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മിനി ഇൻവെർട്ടറാണ്. പ്രത്യേകിച്ച് വാഹനങ്ങളിലൊക്കെ കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ പോർട്ടബിൾ ടൈപ്പാണ്. ഇത്രയേ ഉള്ളൂ സാധനം വരുന്നത്. ഇത് നമ്മുടെ നോർമൽ ഇൻവെർട്ടർ പറഞ്ഞാൽ ഇത്രയും സൈസ് വരും. ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ഈ വലിപ്പം വരുന്നതാണ്. പക്ഷേ ഇത് വളരെ ചെറിയൊരു മോഡൽ പോർട്ടബിൾ ടൈപ്പ് ഇൻവെർട്ടർ ആണ് കാണിക്കുന്നത്. ഇതിന്റെ അതേ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ളത് തന്നെയാണ്. ഇത് കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇത് അതിന്റെ ബോക്സ് ആണ് വരുന്നത്. തുറന്ന് നോക്കാം. അപ്പൊ ഇതിന് ബോക്സിനകത്ത് ആകെ ഇത്രയുള്ള ഈ സാധനം വലിപ്പം വരുന്നത്. പലരും ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. ഇത് പ്രത്യേകിച്ച് വാഹനങ്ങളിലൊക്കെ കൊണ്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ TV ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ AC മാത്രം ഉപയോഗിക്കുന്ന DC വർക്ക് ചെയ്യാത്ത ഐറ്റങ്ങൾ നമുക്ക് AC വേണ്ടി വരും. ഇപ്പോൾ കാറുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 850, ഇതിപ്പോൾ 5000 വാട്ട്സ് പവർ പറയുന്നത്, പീക്കാണ് പറയുന്നത്. എന്നാൽ അത്രയില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരു 850 വാട്ട്സ് ഒക്കെ നമുക്ക് ലോഡ്, സാധാരണ ഒരു 1 kVA ഇൻവെർട്ടർ വീടുകളിലെ ഇൻവെർട്ടറിലും നമുക്ക് 850 ഒക്കെ മാക്സിമം ആണ്. അതിന് താഴെയൊക്കെയാണ് നമുക്ക് പറ്റാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മിക്സി അടക്കം നമുക്ക് വീട്ടിലെ മിക്സിയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. വീടുകളിൽ ഒരുവിധം വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എല്ലാം ഇതിൽ വർക്ക് ചെയ്യും. അവർക്ക് ഇതിന് താഴെയുള്ള ലോഡിലാണ് വീടുകളിലെ സാധനങ്ങൾ. ഇപ്പോൾ TV, ഇതൊക്കെ ചെറിയ സോളാർ സിസ്റ്റം ഒക്കെ നമ്മൾ വീട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന് വിലയും കുറവാണ്. സാധാരണ ഇൻവേർട്ടർ ഒരു 5000 തൊട്ട് മുകളിലേക്ക് വില വരുന്നുണ്ട്. ഇതൊരു 3500 രൂപയാണ്. ഞാനിതിപ്പോൾ വാങ്ങിയിട്ട് ഒരു 3 വർഷമായി. അപ്പോൾ ഇതിന് വെയിറ്റും വളരെ കുറവാണ്. ആവശ്യത്തിനാകുന്ന ലോഡ്, വലിയ ഇൻവേർട്ടറിന്റെ അനുസരിച്ചുള്ള ലോഡ് ഇതിലെടുക്കും. ഇപ്പൊ നമ്മുടെ ഈ ഇൻവെർട്ടറിലായാലും അയൺ ബോക്സ് വർക്ക് ചെയ്യില്ല, ഇതിലും വർക്ക് ചെയ്യില്ല. പക്ഷെ മിക്സി അപൂർവം ഇൻവെർട്ടറുകൾ, വീടുകളിലെ ഇൻവെർട്ടറിലെ മിക്സി വർക്ക് ചെയ്യുള്ളൂ. മിക്സി ഒരു 850-700 മുകളിൽ 900 വാട്ട്സ് വരെയൊക്കെ ലോഡ് വരുന്നതാണ് മിക്സി. ഇതിനകത്ത് മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് വെയിറ്റ് ആണെങ്കിൽ വളരെ കുറവാണ്. ഇതിനപേക്ഷിച്ച് നോക്കും വലുപ്പവും കുറവാണ്, വെയിറ്റും എല്ലാം വളരെ കുറവാണ്. നമുക്ക് ഇതിന് എത്ര വെയിറ്റ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇതിന്റെ വെയിറ്റ് നോക്കാം. നമുക്കൊരു ലഗേജ് കാര്യം ഇങ്ങനെ വെയിറ്റ് നോക്കുന്ന ഇത് കിട്ടും. ആകെ 250-300 രൂപയ്ക്കൊക്കെ വില കിട്ടുന്നത്. ഞാൻ ഇതൊരു 8 വർഷം മുന്നേ വാങ്ങിയതാണ്. 350 രൂപയായിരുന്നു അന്ന് വില. ഇപ്പോൾ ഇതിന് 250 രൂപയ്ക്കും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. 50 കിലോ വരെ വെയിറ്റ് ഇതിനകത്ത് നമുക്ക് വെയിറ്റ് നോക്കാവുന്നതാണ്. ആക്യുറസിയും വളരെ നല്ല ആക്യുറസി തന്നെയാണ്. ഇതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇതിലാകെ ഒരു പ്രാവശ്യം ബാറ്ററി മാറ്റിയായിട്ട് ഓർക്കുന്നുള്ളൂ. 8 വർഷമായി യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അത് നമുക്ക് പോർട്ടബിളായിട്ട് വീട്ട് ആവശ്യങ്ങൾക്കൊക്കെ ധാരാളമാണ്. നമുക്ക് അത്യാവശ്യം വല്ല സാധനങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നോക്കണമെങ്കിൽ വളരെ ആക്യുറേറ്റുമാണ്. നമുക്ക് വലിയ ടൈപ്പ്, നമുക്ക് ഈ ടൈപ്പ് ഉപയോഗിക്കാം. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് പ്ലാറ്റ്ഫോമാണ്, എന്ത് എടുത്ത് വെക്കാം. ഹെവി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കിയത് 150 കിലോ വരെ വെയിറ്റ് ഒക്കെ നോക്കാവുന്നതാണ്. ഇതിന് ഒരു 6000 രൂപ വില വരുന്നുണ്ട്. ഇതാകെ 250-300 രൂപ വില ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചില്ലറ ആവശ്യങ്ങൾക്കൊക്കെ സാധാരണ 50 കിലോ അപ്പോഴും ഇത് ഹുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. ഹെവി വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ഹുക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, തൂക്കിയിടണം. എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഇത് ധാരാളം മതി. നമുക്കിതിലൊന്ന് വെയിറ്റ് നോക്കാം. ഇതിൻ്റെ ഇത് 690 ഗ്രാമാണ് ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. അതേസമയം നമ്മുടെ നോർമൽ ഇൻവെർട്ടർ, ഇതിന്റെ വെയിറ്റ് നമുക്ക് ഇതിൽ തൂക്കുന്നില്ല. അത് ഇത്തിരി തൂക്കിയിടാൻ ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഇതിനകത്ത് വലുതില് ഒന്ന് നോക്കാം. ഇത് 10 കിലോയ്ക്ക് മുകളിൽ 10.09 10 കിലോയിലധികം വെയിറ്റ് വരുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ഇൻവെർട്ടറിന്റെ അതേ ലോഡ് തന്നെ ഈ നിസ്സാര വെയിറ്റ് ഉള്ള ഈ ഇൻവെർട്ടറും എടുക്കുന്നതാണ്. അതേ ലോഡ് തന്നെ നമുക്ക് ഇതിൽ ക്യാരി ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ഇതിന്റെ കൂടെ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ഇത് പ്രത്യേകിച്ച് വാഹനങ്ങളിൽ ഉപയോഗിക്കാനാണ് ഇത് കൂടുതൽ നല്ലത്. ഇപ്പൊ വീട്ടിലായാലും പറ്റും. ഇതിന് മറ്റേ സാധാരണ ഇൻവെർട്ടർ ആയിട്ടുള്ളതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാധാരണ ഇൻവെർട്ടറിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കറണ്ടിൽ നിന്ന് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യും. ഇതിനകത്ത് ചാർജിങ് വരില്ല. ഇത് ഫുള്ള് ഡിജിറ്റൽ ബോർഡാണ്. ഇതിനകത്ത് ട്രാൻസ്ഫോമർ ഒന്നും ഇല്ല. മറ്റേതിലൊക്കെ ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വെയിറ്റിന്റെയും വലുപ്പത്തിന്റെയും കാരണം ഇതിനകത്ത് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെയല്ല.
ഇതിനകത്ത് സർക്യൂട്ട് ബോർഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ട്രാൻസ്ഫോമർ ഇല്ല, അതുകൊണ്ടാണ് വെയിറ്റ് ഇല്ലാത്തത്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് യാതൊരു കംപ്ലൈൻ്റ് ഒന്നും വരുന്നില്ല. ലോഡിൽ കണ്ടിന്യൂസ് 2-3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കി ഞാൻ, പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ റൂഫിംഗ് വർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇലക്ട്രിക് ഡ്രില്ല്, ഗ്രൈൻഡർ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇതിപ്പോൾ ഒരു കാറിൻ്റെ ഒരു ബാറ്ററി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ വർക്ക് സൈറ്റുകളിലൊക്കെ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് റൂഫിംഗ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കറണ്ട് പോയി വളരെ ബുദ്ധിമുട്ടാണ്. ആൾ മുകളിൽ നിന്ന് പണി ചെയ്യുന്ന നേരത്ത് കറണ്ടൊക്കെ പോയി. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇത് പോർട്ടബിളായിട്ട് കൊണ്ടുപോയി പണി മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഡ്രില്ലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇത് ഓടുന്നതാണ്. അപ്പോൾ ഇത് ബാറ്ററിയിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 2 ബാറ്ററി കണക്ടർ വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ കാറിൻ്റെ നമ്മുടെ 12 വോൾട്ട് ചാർജിങ് പോർട്ടിലും ഇത് കണക്ട് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ അധികം ലോഡ് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് 10 ആമ്പിയർ ലോഡ് ലിമിറ്റ് ഉണ്ട് ഇതിനാണ്. ഈ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ, ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ നമുക്കിപ്പോൾ ജനറേറ്ററിന് പകരമായിട്ട് നമുക്ക് വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് ഇത് എടുത്ത് നമുക്കിപ്പോൾ മൈക്ക് സെറ്റൊക്കെ വലിയ ഹെവി ലോഡല്ല, നോർമൽ യൂസിനൊക്കെ ചെറിയ ലൈറ്റ് പർപ്പസിനൊക്കെ ജനറേറ്ററിന് പകരമായിട്ട് ഇത് ഉപയോഗിച്ച് നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇതൊരു ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്തൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം, ലോഡ് എത്രത്തോളം എടുക്കുന്നുണ്ടെന്ന് കാണിക്കാം. അപ്പോൾ ഇതിനകത്തൊരു 3 പിൻ പ്ലഗ് വരുന്നുണ്ട്, 2 USB പോർട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ പവർ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഒരു ലൈറ്റ് ഉണ്ട്, ഇത് ഓവർലോഡ് വരുമ്പോൾ കത്തുന്നത്. ഇതിൽ പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇവിടെ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. ഇപ്പോൾ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, ചുവപ്പ് പോസിറ്റീവിലും നെഗറ്റീവിലും ബ്ലാക്കും. അത് നമ്മുടെ ബാറ്ററി ടെർമിനൽ ഇവിടെ ക്ലിപ്പാണ് വരുന്നത്. ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ഈസി ആയിട്ട് കണക്ട് ചെയ്യാം, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളൊരു എക്സ്റ്റൻഷൻ, ഒരു ബോക്സ് പ്ലഗ് നമ്മൾ നേരിട്ട് കൊടുക്കല്ലോ, ഒരു പ്ലഗും കൂടെ എടുത്ത് എക്സ്റ്റൻഷൻ വെച്ച് നമുക്ക് വണ്ടിയിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ പുറത്തേക്ക് ദൂരത്തേക്ക് എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ജനറേറ്ററിന് പകരമായിട്ട് വണ്ടിയുടെ ബോണറ്റിൻ്റെ അവിടെ ഇത് നമ്മൾ ഉറപ്പിക്കുക. അതിപ്പോൾ ചുമരിൽ വാളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് ഇങ്ങനെ വാൾ മൗണ്ട് ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വാഹനങ്ങളിലൊക്കെ ആണെങ്കിലും വാൾ മൗണ്ട് ചെയ്യാൻ അതിങ്ങനെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം ഇളകാതെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലഗ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ലോഡ് നമുക്കിതിൽ ഇപ്പോൾ 2 മിക്സി കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണം സുജാത 900 വാട്ട്സ് വരുന്നതാണ്, ഇത് 700 വാട്ട്സ് പ്രീതിയുടെ മിക്സി ഉണ്ട്, ഡ്രില്ലുണ്ട്, 2 ഗ്രൈൻഡറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ പ്ലഗാണ് ഈ പ്ലഗാണ് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രില്ലൊന്ന്, ഇത് ഹിറ്റാച്ചിയുടെ ഹൈക്കോക്കി ഡ്രില്ലാണ്. ഇപ്പോൾ നോർമൽ ഡ്രില്ലൊക്കെ ഇതൊക്കെ ഹെവി ഡ്രില്ലാണ്. ഇത്രയൊന്നും നമുക്ക് സെൽഫ് സ്ക്രൂ ഒക്കെ അടിക്കാൻ നമുക്ക് ചെറിയ ഇതിലും കുറഞ്ഞ സൈസ് ഡ്രില്ലേ ആവശ്യമുള്ളൂ ഇത്. പക്ഷേ ഈ ഡ്രില്ല് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ നോക്കിയാൽ ഈസിയായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഇതിൽ പവറുള്ള ഡ്രില്ല് അടക്കം ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിന് താഴെയുള്ളത് നമുക്ക് സ്ക്രൂ ഒക്കെ ചെയ്യാൻ നമുക്ക് ഇത്രയും ഹെവി ഒന്നും ആവശ്യമില്ല. അതുപോലെ നമുക്ക് ഒരു മിക്സി, ഇതപ്പോൾ പ്രീതിയുടെ ഈ മിക്സി ഒന്ന് അതിൽ ചെക്ക് ചെയ്ത് നോക്കാം. യാതൊരു പ്രശ്നമില്ലാണ്ട് അത് ഓടുന്നുണ്ട്. ഇത്രയും ലോഡൊക്കെ 700 വാട്ട്സിന് മുകളിലൊക്കെ ലോഡ് വരുന്നതാണ് ഇതൊക്കെ. ഈ മിക്സി ഇത് 900 വാട്ട്സാണ്, ഇത് ലിമിറ്റാണ്. ഇതിന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് സുജാതയുടെ മിക്സി 900 വാട്ട്സാണ് ഇത് വരുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും ഓടുന്നുണ്ട്. ഇതിപ്പോൾ അതിൽ നോക്കിയാൽ ഓവർലോഡാണ് കാണിക്കുന്നത്. പക്ഷെ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഓടാൻ തുടങ്ങി. എന്നാലത് ബസർ അടിക്കുന്നുണ്ട്, മാർജിനിലാണ്. ഇപ്പോൾ ലോഡിൽ എന്തായാലും അത് വർക്ക് ചെയ്യില്ല, കാലിയിൽ ഓടുന്നുണ്ട് എന്നാലും. പക്ഷെ അതൊരു ലിമിറ്റ്, മാക്സിമം ലിമിറ്റാണത്. ഇപ്പോൾ ഒരു 800 വാട്ട്സ് 850ൻ്റെ ഉള്ളിൽ നമുക്ക് ലോഡ് എന്തായാലും അതിൽ പറ്റും. ഓവർലോഡ് വരുമ്പോഴാണ് ലൈറ്റ് ഇങ്ങോട്ട് മാറുന്നത്. അതിൽ ബസറും അടിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ഗ്രൈൻഡർ, ആംഗിൾ ഗ്രൈൻഡർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നമുക്കൊരു ആംഗിൾ ഗ്രൈൻഡർ, ഇത് ഹിറ്റാച്ചിയുടെ
ഗ്രൈൻഡറാണ്, ആംഗിൾ ഗ്രൈൻഡർ. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ഇതിലൊക്കെ വർക്കിനൊക്കെ നമുക്ക് എമർജൻസി അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് സ്ഥിരം വർക്ക് ചെയ്യാനല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്തുകൊണ്ടെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയെങ്കിലും നിർത്താൻ പറ്റാത്ത വർക്കുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ടുള്ള ഹൈ പീക്ക് വരുമ്പോഴാണ് ചിലപ്പോൾ ഒന്ന് ട്രിപ്പ് ആവുന്നത്, അത് ഓവർലോഡ് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ബോഷിൻ്റെ ഉണ്ട്. അപ്പോൾ ബോഷിൻ്റെ പക്ഷേ തീരെയും വർക്ക് ചെയ്യുന്നില്ല, അത് കുറച്ച് ലോഡ് കൂടുതലാണ് എടുക്കുന്നത്. ആംബിയർ സ്റ്റാർട്ടിങ് കറണ്ട് ഇത് ബോഷിൻ്റെ ഇത് ഹിറ്റാച്ച് ചെയ്യുന്നത്. ബോഷിൻ്റെ പക്ഷേ തീരെ വർക്ക് ചെയ്യുന്നില്ല, ഇതിന് സ്റ്റാർട്ടിങ് കറണ്ട് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഓടി പക്ഷെ കുറച്ച് നേരം ഓടുമ്പോൾ ട്രിപ്പ് ആവുന്നുണ്ട്. പക്ഷെ നോർമൽ ലോഡിന് നോർമൽ വർക്കിനൊക്കെ നമുക്ക് ഇത് തന്നെ പറ്റും. സാധാരണ ഇപ്പോൾ പ്രത്യേകിച്ച് റൂഫിംഗ് വർക്കിന് അതിൽ വണ്ടികളിൽ ഇപ്പോൾ ടി വിയോ മറ്റ് ലൈറ്റ് ലോഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഇപ്പോൾ ഡ്രില്ലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഡ്രില്ലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. വില ഇതിന് 3500 രൂപ റേഞ്ചിൽ ഇതിന് വില വരുന്നുള്ളൂ. കൊണ്ട് നടക്കാനും വളരെ ഈസിയാണ്, പോർട്ടബിളാണ്, വെയിറ്റ് ഇല്ല, ക്യാരി ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള വളരെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈക്രോ ഇൻവെർട്ടറാണ്. ഇത് ഡിജിറ്റൽ ടൈപ്പ് മൈക്രോ ഇൻവെർട്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പോർട്ടബിൾ യൂസിനൊക്കെ കൊണ്ട് നടന്ന് ഉപയോഗിക്കാനൊക്കെ വളരെ 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 ഉപകാരപ്രദമായതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 3 വർഷമായിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. റെഗുലർ യൂസ് അല്ല, എന്നാലും അത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല ഇതിപ്പോൾ ഞാൻ ബാങ്ക്വുഡ് എന്ന സൈറ്റിൽ ചൈന ഇതിൽ നിന്നാണ് വാങ്ങിയത്, ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിയാണ്. ഇവിടെ ആകുമ്പോൾ ഇത്രയും പവർ ഉള്ളത് കാണുന്നില്ല. ഇവിടെ ഒരു 300 വാട്ട്സൊക്കെ ലോഡ് മാക്സിമം, അതിൽ 300 വാട്ട്സ് പീക്കാണ് കാണുന്നത്. 150 വാട്ട്സിന് തന്നെ 2500-3000 രൂപയൊക്കെ വില കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടഡ് സൈറ്റുകളിൽ നിന്ന്, പുറത്തെ സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയിൽ. ഒരു 1 ഇയർ വാറണ്ടിയൊക്കെ അതിനും തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാണെങ്കിൽ നമുക്കത് പല ആവശ്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ യൂസ് ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായി ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.